നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹയർ സെക്കൻഡറി മേഖലയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസം മുന്നിലെത്തിയതായി കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ. ഹൈദരാബാദ് റീജിയൻ തല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. കാർഷിക സർവകലാശാലയിൽ സ്വാശ്രയ ഭാരത് 2014 എക്സിബിഷന് തുടക്കമായി. BSNLന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ജീവനക്കാർ പ്രക്ഷോഭം തുടങ്ങി. മാവുങ്കാൽ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യം. ഹോസ്ദുർഗ് താലൂക്ക് BD ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. പുത്തരി ഉത്സവത്തിന് ഒരുങ്ങി പുല്ലൂർ കണ്ണാങ്കോട്ട് ഭഗവതി ക്ഷേത്രം. JC വാരാഘോഷവും അവാർഡ് സമർപ്പണവും നടന്നു. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പദയാത്രയ്ക്ക് മടിയനിൽ സമാപനം. വാർത്തകൾ വിശദമായി. ഹയർ സെക്കൻഡറി മേഖലയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസം മുന്നിൽ നിൽക്കുന്നതായി കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞു. പെരിയാർ നവോദയയിൽ ഹൈദരാബാദ് റീജിയൻ തല അധ്യാപക പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. As has been introduced to me, I got the good opportunity to travel across the world, visit universities, colleges, schools, serve as visiting professor in some of the prestigious international universities and colleges in my career, and I had visited many schools in the West also. My early impression was that although our educational backwardness is a fact, generally, compared to the West, our schooling system is relatively strong. Somehow when we go to the higher education level, there is a lot of quality compromise. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുണ്ടെങ്കിലും ഉള്ള സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈദരാബാദ് റീജിയന് കീഴിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നവോദയ അധ്യാപകരാണ് പരിശീലനത്തിന് എത്തുന്നത്. 21 ദിവസമാണ് പരിശീലനം നടക്കുന്നത്. പ്രിൻസിപ്പൽ വിജയകൃഷ്ണൻ അധ്യക്ഷനായി. വൈസ് പ്രിൻസിപ്പൽ മിനി സോമൻ സ്വാഗതവും വിശ്വനാഥൻ ദാസ് നന്ദിയും പറഞ്ഞു. കാർഷിക സർവകലാശാലയിൽ സ്വാശ്രയ ഭാരത് 2014 എക്സിബിഷൻ തുടങ്ങി. 14 മുതൽ 19 വരെയാണ് പരിപാടി നടക്കുന്നത്. പടന്നക്കാട് കാർഷിക കോളേജ് സ്വാശ്രയ ഭാരത് 2014 സയൻസ് ഫെസ്റ്റിവലിന് തുടക്കമായി. P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വിഷ്ണുപ്രഭയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, ഒരാളല്ല, ഈ 10 ആളിൽ 2 പേര് കാസർഗോഡ് ജില്ലക്കാരാണ്. ഇൻസ്പയറിംഗ് ടാലന്റ് ടെസ്റ്റിൽ അവാർഡ് കിട്ടിയതിൽ 2 പേര് കാസർഗോഡ് ജില്ലക്കാരാണ്. കാസർഗോഡ് ജില്ല പിന്നോക്ക ജില്ലയാണെന്ന് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സ് സമ്മതിക്കാറില്ല അത് അനുവദിച്ചു കൊടുക്കാൻ. ഞാൻ അനുവദിക്കുകയും ചെയ്യുന്നില്ല. കാരണം ഏത് വിഷയമെടുത്ത് നോക്കിയാലും ഏത് ജില്ലയുമായും മത്സരിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രതിഭകൾ വളർന്നു വന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലുള്ള മഹാരന്മാരായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ, അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്തെ E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. പത്മവിഭൂഷൺ ഡോക്ടർ G. മാധവൻ നായർ മുഖ്യ അതിഥിയായി. അനന്തനാരായണൻ, വിക്രം സാരാഭായി അനുസ്മരണ പ്രഭാഷണം നടത്തി. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ, CPCRI ഡയറക്ടർ ഡോക്ടർ P. ചൌദപ്പ, അഡ്വക്കേറ്റ് PP. ശ്യാമളാദേവി, മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ, നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ V. ഗൗരി, ഡോക്ടർ NGK പിള്ള, K. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ M. ഗോവിന്ദൻ സ്വാഗതവും പ്രൊഫസർ V. ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു. BSNLനെ സംരക്ഷിക്കാൻ BSNL എംപ്ലോയീസ് യൂണിയൻ പ്രക്ഷോഭം തുടങ്ങുന്നു. മാവുങ്കാലിൽ BSNL സംരക്ഷണ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. BSNL സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു. സർക്കാർ സ്ഥാപനമായ BSNLന് ആവശ്യമായ പിന്തുണ നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ കൂട്ടിച്ചേർത്തു.
BSNL എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ മാവുങ്കാൽ നടന്ന BSNL സംരക്ഷണ ജനകീയ സദസ്സ് ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വാർത്താവിനിമയ മേഖല ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ അതിനെ സംരക്ഷിച്ച് ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിലും യാതൊരു കാരണവശാലും അതിനെ സ്വകാര്യവൽക്കരണത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാതിരിക്കുന്നതിനുമാണ് ഒരു ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ഒരുപാട് വിറ്റ് കഴിഞ്ഞാണ്. ഇപ്പം നമ്മുടെ വാർത്താവിനിമയ മേഖലയിൽ കടന്നു വന്നിരിക്കുന്ന ഒരുപാട് സ്വകാര്യ കമ്പനികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. VP ബാലചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ PT ഗോപാലകൃഷ്ണൻ, ജയചന്ദ്രൻ, C വിജയൻ, രവീന്ദ്രൻ കൊടക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. CM സുരേഷ് സ്വാഗതം പറഞ്ഞു. പുത്തരി ഉത്സവത്തിന് പൊൻകതിർ വിളയിച്ച് പുല്ലൂർ കണ്ണാങ്കോട്ട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി. കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾ. വടക്കൻ കേരളത്തിൽ തുലാപ്പത്തിനാണ് കളിയാട്ടക്കാവുകളിലും ദേവസ്ഥാനങ്ങളിലും കളിയാട്ടക്കാലത്തിന് തുടക്കമാവുന്നത്. മന്ത്രമൂർത്തികളാലും ഉഗ്രമൂർത്തികളാലും ഉപാസിക്കപ്പെടുന്ന കണ്ണാങ്കോട്ടെ ആരണ്യത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന്റെ വൈവിധ്യം കൊണ്ട് ഏറെ പെരുമ നേടിയ ക്ഷേത്രമാണ്. ആരണ്യത്ത് ഭഗവതിയെ മുഖ്യ ആരാധനാമൂർത്തിയായി ഉപാസിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഭൈരവൻ, രക്തജാതൻ, ഇരട്ടക്കുട്ടിച്ചാത്തൻ, രക്തചാമുണ്ടി, പൊട്ടൻദൈവം ഉൾപ്പെടെയുള്ള തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട്. 3 വർഷത്തിലൊരിക്കൽ മാത്രം കളിയാട്ടം നടത്താറുള്ള ക്ഷേത്രത്തിൽ നിറ പുത്തരി ഉത്സവങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി വരാറുണ്ട്. തുലാപ്പത്തിന് നടത്താറുള്ള പുത്തരി ഉത്സവത്തിന് അരിയൊരുക്കാൻ ക്ഷേത്ര പരിസരത്തെ കുന്നിൻപുറത്ത് ഇത്തവണ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിത്തിറക്കുകയായിരുന്നു. പുതിയ തലമുറയിലെ കുട്ടികളെയും കൃഷിയിലേക്ക് ഇറക്കാൻ ക്ഷേത്ര കമ്മിറ്റി തയ്യാറായി. പഴയകാല പുനംകൃഷി രീതിയിൽ കുന്നിൻപുറത്ത് ജയ നെൽവിത്താണ് വിതച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൃഷി ഇറക്കിയത്. ഒത്ത പരിചരണവും കാലാവസ്ഥയും അനുകൂലമായതോടെ കുന്നിൻ പ്രദേശത്തെ നെൽകൃഷിയിൽ 100 പേനി വിളയുകയുണ്ടായി. തുലാപ്പത്തിന് നടക്കുന്ന പുത്തരി ഉത്സവത്തിന് പൊൻകതിർ കൊയ്യാൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒത്തൊരുമയോടെ രംഗത്തിറങ്ങി. കുട്ടികളെയും കൃഷിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊയ്ത്തിന് അവരെയും പങ്കാളികളാക്കി. കൊയ്ത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകാൻ മുതിർന്ന കർഷകരും എത്തിയിരുന്നു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന കൊയ്ത്തിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് കൃഷിയുടെ പാഠങ്ങൾ പഠിക്കാൻ പ്രേരണയായതായി ക്ഷേത്ര പരിസരത്തെ കൃഷ്ണപ്രസാദ് പറഞ്ഞു. നല്ല മനസ്സിൽ നല്ല ഒരു കൃഷിയുടെ ഒരു പ്രോത്സാഹനം മറ്റ് എല്ലാ കുട്ടികൾക്കും കമ്മിറ്റിക്കാർ നമുക്ക് നൽകി. അവരുടെ പ്രോത്സാഹനവും ഇതിൽ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ചില കാര്യങ്ങൾ വന്നില്ലെങ്കിലും കുറച്ച് കുട്ടികൾ വന്നു. എല്ലാവരും കൃഷിയുടെ പാഠം പഠിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. കൊയ്ത്തിനു ശേഷം നെൽക്കതിരുമായി കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണത്തിന് ശേഷം നടയിൽ സമർപ്പിക്കുകയുണ്ടായി. കൊയ്തെടുത്ത നെൽക്കതിരുകൾ ഇടിച്ച് അരിയൊരുക്കി ക്ഷേത്രത്തിലേക്ക് എടുക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ആദ്യമായി ഇറക്കിയ നെൽകൃഷി വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി അംഗം അത്തിക്കൽ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട് ഭഗവതി ക്ഷേത്ര പുത്തരി അടിയന്തരം 10ാം ഉദയത്തിലേക്ക് വേണ്ടി ഞങ്ങൾ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതി കുട്ടികളെ കൊണ്ട് കുറച്ച് നെൽകൃഷി ചെയ്യിപ്പിച്ച് ഇപ്രാവശ്യം ആദ്യമായി ഞങ്ങൾ പുത്തരി അടിയന്തരം നടത്താൻ തീരുമാനിച്ചു. മുമ്പ് ഇതുപോലെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഒരു പ്രചോദനം എന്ന നിലക്ക് കുട്ടികളെ കൃഷി പഠിപ്പിക്കാൻ വേണ്ടി ഒരു സംരംഭം ആദ്യമായിട്ട് തുടങ്ങിയതാണ്. ഇതിന് എല്ലാ വർഷവും ഇങ്ങനെ ഞങ്ങൾ ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ട്, കുട്ടികളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി. കാർഷിക മേഖലയും വിശ്വാസങ്ങളും ഇടകലർന്നതാണ് ഗ്രാമീണ ജീവിതത്തിലെ ആചാരങ്ങളൊക്കെയും. നന്മകൾ നിലനിർത്തുന്ന ഇത്തരം ആചാരങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുമ്പോൾ നാടിന് സ്വന്തമാകുന്നത് നല്ല സംസ്കാരം കൂടിയാണ്. ക്യാമറമാൻ ദിനേശോടൊപ്പം അനിൽ പുളിക്കാൽ, സിറ്റി ന്യൂസ്. JC വാരാഘോഷവും അവാർഡ് സമർപ്പണവും നടന്നു. IMA ഹാളിലായിരുന്നു പരിപാടി നടന്നത്. JC വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് പുരസ്കാരങ്ങൾ നൽകി. IMA ഹാളിൽ നടന്ന ചടങ്ങിൽ JC ശ്രീജിത്ത് രാജ്, KK അംബുജാക്ഷൻ, പരേഷ് കുമാർ, M ഗംഗാധരൻ, മൃദുൽ VM, രോഹിത് രാജ്, ആതിര അശോക്, ശ്രീരാമൻ നമ്പൂതിരി എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ JC കാഞ്ഞങ്ങാട് പ്രസിഡന്റ് JC പ്രഭാകരൻ അധ്യക്ഷനായി. ഹോസ്തൃഗുഡി VSP ഹരീഷ് ചന്ദ്ര നായിക്ക് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ സമൂഹത്തിൽ സമൂഹത്തിന് വേണ്ടി നമുക്ക് കിട്ടിയോ ഞാൻ സമൂഹത്തിന് നിന്നും കൊടുക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ വ്യാപാരമാണെങ്കിലും
പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇവിടെ കാണുന്ന അല്ലെങ്കിൽ അതിൽപ്പെട്ട ആൾക്കാരുണ്ട്. JC സോൺ പ്രസിഡന്റ് JC അഡ്വക്കേറ്റ് ജോമി ജോസഫ് മുഖ്യാതിഥിയായി. JC KV സതീശൻ, JC സത്യൻ, JC മുഹമ്മദ് തൊയ്ബ്, JC V ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. JC VK ആസിഫ് സ്വാഗതവും JC ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മടിയനിൽ സമാപിച്ചു. ഗാന്ധി ജയന്തി പക്ഷാചരണത്തിന്റെ ഭാഗമായി KPCC ആഹ്വാനപ്രകാരമാണ് പദയാത്ര സംഘടിപ്പിച്ചത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര അജാനൂർ കടപ്പുറത്ത് നിന്നും ആരംഭിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയതക്കെതിരായിട്ടുള്ള കോൺഗ്രസിന്റെ പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ ഒന്നിച്ച് അണിനിരത്തുന്ന ഒരു സുപ്രധാനമായ ഒരു മുദ്രാവാക്യവും സന്ദേശവും ഈ പദയാത്രയിൽ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടു ഗാന്ധി പക്ഷാചരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിയിൽ നാം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരായും കേരളത്തിൽ വലിയ തോതിൽ ജനമനസ്സുകളിൽ അക്രമവിരുദ്ധ ചിന്താഗതി, അക്രമത്തിനെതിരായ ചിന്താഗതി വളർത്തിക്കൊണ്ടുവരാനും കൊലപാതക രാഷ്ട്രീയം ഈ മണ്ണിൽ നിന്നും എന്നേക്കുമായി അവസാനിപ്പിക്കാൻ, CPMന്റെ കിരാത രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഉള്ളൊരു വലിയ സന്ദേശം നമുക്ക് ഈ പദയാത്രയിലൂടെ ജനമനസ്സുകളിലേക്ക് എത്തിക്കണം. DV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ KV ഗംഗാധരൻ, P കുഞ്ഞിരാമൻ, T അനീഷ് കുമാർ, P രമാദേവി, VV നിഷാന്ത്, മോഹൻ തണ്ണോട്ട്, A ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം കോട്ടപ്പുറത്ത് നടക്കുന്ന അഖില കേരള നാടകോത്സവത്തിന് വിപുലമായ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഫണ്ട് ശേഖരണോദ്ഘാടനം K കുഞ്ഞിരാമൻ MLAയും സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം MT അന്നൂരും നിർവഹിച്ചു. ശ്രീവൈകുണ്ഠം നാട്യവേദി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾക്ക് വിധേയരായ നിർധന രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവംബർ 28 മുതൽ ഡിസംബർ 2 വരെ കോട്ടപ്പുറത്ത് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. 5 പ്രശസ്ത പ്രൊഫഷണൽ നാടക ട്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾക്ക് പുറമെ പഴയ നാടക കലാകാരന്മാരെ ആദരിക്കൽ, നാടകാനുഭവം പങ്കുവയ്ക്കൽ, നാടക ഗാനാലാപന മത്സരം എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ മാട്ടുമ്മൽ കൃഷ്ണൻ അധ്യക്ഷതയിൽ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ നിർവഹിച്ചു. എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ നിന്നും 10,000-കണക്കായ ആളുകളാണ് ക്യാൻസർ രോഗം വരുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത് എന്നത് സംബന്ധിച്ച് വലിയ ചർച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ ശ്രദ്ധ കൂടുതലായി പതിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമ നാടക സംവിധായകൻ MT അന്നൂരാണ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. കലകളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കലയെ സ്നേഹിക്കാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വന്നപ്പോഴാണ് നമ്മൾ ഇത്രയേറെ അബദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാട്യവേദി കൊണ്ട് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് പോലെ തന്നെ നേരത്തെ കുഞ്ഞിരാമൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനു വേണ്ടിയാണ് അവതരിപ്പിക്കുന്നത് എന്ന്, ഈ അവതരിപ്പിക്കുന്ന നമ്മൾ പോലും മദ്യത്തിനെതിരെ നാടകം കളിക്കാൻ, മദ്യപിച്ചാൽ മാത്രമേ പറ്റൂ എന്ന് പറയുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ V ഗൗരി, കൗൺസിലർമാരായ പറമ്പത്ത് ഇബ്രാഹിം, VM പുരുഷോത്തമൻ, KV അമ്പാടി, M സത്യൻ, ചെറുവത്തൂർ പഞ്ചായത്ത് മെമ്പർ വിനോദ് കുമാർ, KV വിശ്വംഭരൻ, K രാജമോഹൻ, VK കുഞ്ഞിരാമൻ, TV സജീവൻ എന്നിവരും സംസാരിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ഹോസ്ദുർഗ് കോട്ട സംരക്ഷിക്കാത്തതിൽ പ്രതിഷേധവുമായി NSS വളണ്ടിയർമാർ രംഗത്തിറങ്ങി. കോട്ടയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും കത്തയച്ചു. ഹോസ്ദുർഗ് കോട്ട നാമാവശേഷമാകുന്നതിനു മുമ്പ് കോട്ടയുടെ സംരക്ഷണം ആരംഭിക്കണമെന്ന ആവശ്യവുമായാണ് ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ രംഗത്തിറങ്ങിയത്. മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പ്രതിഷേധക്കുറിപ്പുകൾ തയ്യാറാക്കി പുതിയ കോട്ടയിലെ തപാൽ ഓഫീസിൽ എത്തി കത്തുകൾ അയക്കുകയായിരുന്നു. പുതിയ കോട്ടയിലെ ഹോസ്ദുർഗ് കോട്ട സാമൂഹ്യദ്രോഹികളുടെ താവളമായ കാര്യവും കത്തുകളിൽ ചൂണ്ടിക്കാട്ടി.
പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ സി ഗംഗാധരൻ, എ വി സുരേഷ് ബാബു, വി ഹരിദാസ്, പി യു ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നേതൃത്വമേകി. റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരമൊരുക്കാൻ CPIM പ്രവർത്തകർ രംഗത്തിറങ്ങി. ഇട്ടമ്മൽ ഇക്ബാൽ റോഡ് നന്നാക്കാനാണ് CPM ഇട്ടമ്മൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രംഗത്തിറങ്ങിയത്. റോഡിന്റെ തകർച്ച നാട്ടുകാർക്ക് ദുരിതമായപ്പോൾ പരിഹാരമൊരുക്കാൻ CPI ഇട്ടമ്മൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രംഗത്തിറങ്ങി. കല്ലും മണ്ണും ഇറക്കിയാണ് ശ്രമദാനം നടത്തിയത്. ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ശ്രമദാനം നടത്തുകയായിരുന്നു. വാർഡംഗം അശോകന്റെ നേതൃത്വത്തിലാണ് ശ്രമദാനം നടന്നത്. പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ ഇച്ഛാശക്തിയില്ലാത്ത ഭരണനയത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ ശോചനീയാവസ്ഥ തുടരുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇത് പരിഹരിക്കണമെന്ന് ഞങ്ങൾ CPIന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. അതുപോലെ തന്നെ ഓഫീസ് തൊഴിലാളികളെ കൂട്ടി ഞങ്ങൾ PWD ഓഫീസിൽ നിവേദനം സമർപ്പിച്ചു. ബന്ധപ്പെട്ട AXക്ക് നിവേദനം കൊടുത്തു. പക്ഷേ അവർ ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ കരാറുകാരൻ പണിയെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പെരിയ ഒടയംചാൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ നന്നാക്കാൻ ഏച്ചിലടുക്കത്തെ ദേശാഭിമാനി ക്ലബ്ബ് പ്രവർത്തകർ രംഗത്തിറങ്ങി. മൊയോലം മുതൽ കല്യോട്ട് വരെയുള്ള ഭാഗമാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നന്നാക്കിയത്. റോഡ് തകർച്ചയെ തുടർന്ന് ഗതാഗതം ദുഷ്കരമായ പെരിയ ഒടയഞ്ചാൽ റോഡ് നന്നാക്കാൻ ഏച്ചിലടുക്കം ദേശാഭിമാനി ക്ലബ്ബ് പ്രവർത്തകർ രംഗത്തിറങ്ങി. ഏച്ചിലടുക്കത്തെ CPIM ബ്രാഞ്ച് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് റോഡ് നന്നാക്കാനായി രംഗത്തിറങ്ങിയത്. 4 കിലോമീറ്റർ ഭാഗത്തെ കുഴികൾ ശ്രമദാനത്തിലൂടെ അടക്കുകയുണ്ടായി. റോഡ് അറ്റകുറ്റപ്പണികളുടെ ഉദ്ഘാടനം CPIM ലോക്കൽ സെക്രട്ടറി P കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIMന്റെയും ദേശാഭിമാനി ക്ലബിന്റെയും ക്ലബിന്റെ ഭാഗമായി 50ഓളം വളണ്ടിയേഴ്സുമാർ 4 കിലോമീറ്റർ റോഡ് ശ്രമദാനം നടത്താൻ വേണ്ടി ഏറ്റെടുക്കുന്ന ദേശാഭിമാനി ക്ലബ്ബ് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഗാന്ധി ജയന്തി ഭാരാഘോഷത്തിൻ്റെ പരിപാടിയിൽ ഈ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം നടത്തുന്നതോടുകൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ക്ലബ്ബ് രക്ഷാധികാരി M ഗംഗാധരൻ നായർ അധ്യക്ഷനായി. P പീതാംബരൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡുകളുടെ തകർച്ച നന്നാക്കുന്നതിനോടൊപ്പം റോഡുകൾ ശുചീകരിക്കുകയും ചെയ്തു. റോഡിന്റെ തകർച്ച ഒഴിവാക്കാൻ നടപടി വേണമെന്നും ക്ലബ്ബ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. നവംബർ അവസാന വാരം കിനാനൂരിൽ നടക്കുന്ന ഇന്റർസോൺ വോളിബോൾ ടൂർണമെന്റിന് വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. കിനാനൂർ സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. കിനാനൂർ ചന്തു ഓഫീസർ മെമ്മോറിയൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അടുത്ത മാസം നടക്കുന്ന കാസർഗോഡ് ജില്ലാ ഇന്റർസോൺ വോളിബോൾ ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് KC മാനവർമ്മരാജ ചെയർമാനും SK രാജൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. കിനാനൂർ കരുതളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV രത്നാവതി സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്ത് ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ ക്ലബിന്റെ ഭാരവാഹികൾ മുന്നോട്ട് വന്നതിനെ ഏറ്റവും വലിയൊരു സ്വാഗതമാണ്. P ചന്ദ്രൻ അധ്യക്ഷതയിൽ വോളിബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KS ശ്രീനിവാസൻ പരിപാടി വിശദീകരിച്ചു. സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായി സംഘടിപ്പിക്കാൻ വേണ്ടി ക്ലബിനും ഇവിടുത്തെ പ്രസ്ഥാനമൊക്കെ കഴിയുന്നതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി ചാമ്പ്യൻഷിപ്പും വളരെ വിജയമായി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ജില്ലാ വോളിബോൾ അസോസിയേഷന് യാതൊരു സംശയവും. KP നാരായണൻ, KC മാനവർമ്മരാജ, CV ഗോപകുമാർ, SK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കാസർഗോഡ് സെമിനാർ സംഘടിപ്പിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ NA നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സഹായധനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ താഹിറ സത്താറും CM രവീന്ദ്രൻ സ്മാരക എൻഡോമെന്റ് വിതരണം P രാമചന്ദ്രനും വിതരണം ചെയ്തു. ചന്ദ്രശേഖരൻ, രൂപറാണി, സരിത, ജാക്ലിൻ സൈനി ഫെർണാണ്ടസ്, PB ബഷീർ, P ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി PK രാമകൃഷ്ണൻ, T ദിനേശൻ, K പത്മരാജൻ എന്നിവർ ക്ലാസ് എടുത്തു. ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപകടം പതിയിരിക്കുന്നുണ്ട്. താല്പര്യം വേണം. ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നം ഉണ്ടാക്കണം. ഇതൊക്കെ റിസ്ക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ വ്യവസായ സംരംഭത്തിന് ആവശ്യമായ
പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുക. എന്ത് വ്യവസായമാണ് നമ്മുടെ ജില്ലയിൽ ആവശ്യം, ജില്ലയിൽ സാധ്യമായ വ്യവസായ മേഖല എങ്ങനെയാണ്, ഏതൊക്കെ വ്യവസായങ്ങൾക്ക് ജില്ലയിൽ സാധ്യതയുണ്ട്, ആ സാധ്യത പരിശോധിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ആദ്യം കൊടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹോസ്ദുർഗ് താലൂക്ക് BD ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ബീഡി തൊഴിലാളികളുടെ മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, പരമ്പരാഗത തൊഴിലാളികൾക്കുള്ള താൽക്കാലിക ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ബീഡി തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK നാരായണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. താരതമ്യം ചെയ്താൽ ഇന്ന് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി തുച്ഛമായ കൂലി എന്നല്ല, പട്ടിണി കൂലിയാണ്. യഥാർത്ഥത്തിൽ ജോലി ചെയ്തും കൂലി വാങ്ങിയും ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ് കൂലി തൊഴിലാളികൾ. പരമ്പരാഗത മേഖലയിൽ തൊഴിലാളികൾക്ക് ഒരു താങ്ങ് പദ്ധതി എന്ന നിലയിൽ 150 രൂപ ഒരു ദിവസം വരുമാനം തികയാത്തവർക്ക് അത് തികച്ചു കൊടുക്കാനുള്ള താങ്ങൽ പദ്ധതി എന്ന നിലയിൽ പരമ്പരാഗത മേഖലയിൽ DV അമ്പാടി അധ്യക്ഷനായി. M രാമൻ, P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. M ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്കിനെതിരെ ചില കോണുകളിൽ നിന്നുണ്ടാകുന്ന കുപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തി സഹകരണ മേഖലയിൽ ഹൈടെക് ബാങ്കായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്നും വിശദീകരണം. സംസ്ഥാനത്ത് തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിലൊന്നാണ് ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക്. എന്നാൽ ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും അതുവഴി ബാങ്കിനെയും കളങ്കപ്പെടുത്താനുള്ള പ്രചാരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും നടക്കുകയാണ്. ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇടപാടുകാർക്ക് ദേശസാൽകൃത ബാങ്കുകൾ നൽകുന്ന എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തി സഹകരണ മേഖലയിലെ ഹൈടെക് ബാങ്കായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്നും ഇവർ പറഞ്ഞു. 2 പിഗ്മി കളക്ഷൻ ഏജന്റുമാരും അതുപോലെ തന്നെ 2 പ്യൂൺ തസ്തികയും ഒഴിഞ്ഞെടുക്കുന്നു. അതിലേക്ക് നിയമനം, ഒരു പ്യൂൺ തസ്തിക വികലാംഗ സംവരണമാണ്. അതിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി ഫെബ്രുവരി 2014 ഫെബ്രുവരിയിൽ തന്നെ ബാങ്ക് പരസ്യം ക്ഷണിച്ചത് ശരിയാണ്. തുടർന്ന് ആഗസ്റ്റ് മാസം 14-ാം തീയതി എഴുത്ത് പരീക്ഷ നടത്തി. ആ നിയമനം സംബന്ധിച്ച് ചില പരാതി ജോയിൻറ്റ് രജിസ്ട്രാർക്ക് പോവുകയും ജോയിൻറ്റ് രജിസ്ട്രാറും അസിസ്റ്റന്റ് രജിസ്ട്രാറും വന്ന് ഇവിടെ ബാങ്കിൻ്റെ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല, അങ്ങനെയല്ല. പക്ഷേ ബാങ്കിൻ്റെ നോട്ടീസ് ബോർഡിൽ വന്ന് പരസ്യം കണ്ട് ഒരു റെക്കോർഡാക്കി പോയതാണ്. 25% ലാഭവിഹിതം അംഗങ്ങൾക്ക് നൽകുന്ന ഏതാനും സഹകരണ ബാങ്കുകളിൽ ഒന്നാണിത്. ജില്ലയിൽ കോർ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ രണ്ടാമത്തെ സഹകരണ ബാങ്കും ജില്ലയിൽ തന്നെ ആദ്യമായി ATM സംവിധാനം ഏർപ്പെടുത്തിയ സഹകരണ ബാങ്കുമാണ് ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് എന്നും ബാങ്ക് പ്രസിഡന്റ് PC രാമൻ, ഭരണസമിതി അംഗങ്ങൾ, മാനേജിംഗ് ഡയറക്ടർ PK വിനയകുമാർ എന്നിവർ അറിയിച്ചു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ പട്ടികവർഗ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ചാണ് കേരള മറാഠി സംരക്ഷണ സമിതി ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെയും ഇന്തിഫാദ ജനകീയ സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ ഇന്തിഫാദ ജനകീയ സാംസ്കാരിക വേദി ചെയർമാൻ കൂക്കൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമൂഹത്തിന്റെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന വിഭാഗത്തെ മുന്നണിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും എല്ലാവരെയും തൊലിയുടെ വെളുപ്പോ ജനിച്ച വീടോ പിറന്ന കുലമോ പിറന്ന നാടോ നോക്കാതെ ഈ രാജ്യത്തെ എല്ലാവർക്കും തുല്യത കിട്ടുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് പാർലമെന്റ് സംവരണ നിയമം പാസാക്കുന്നത്. കേരള മറാഠി സംരക്ഷണ സമിതി ഹോസ്ദുർഗ് കമ്മിറ്റി സെക്രട്ടറി ബാലകൃഷ്ണൻ കോയത്തടുക്കം അധ്യക്ഷത വഹിച്ചു. ബിജു പാണത്തൂർ, KK അശോകൻ കാപ്പിത്തോട്ടം, നിതിൻ, മീനാക്ഷി, ഗണേശൻ പുല്ലടുക്കം, കൃഷ്ണം തിമ്മഞ്ചാൽ, സുന്ദരം എംബോഡി തുടങ്ങിയവർ സംസാരിച്ചു. കേരള യുക്തിവാദി സംഘം രക്ഷാധികാരി U കലാനാഥൻ നയിക്കുന്ന അന്ധവിശ്വാസ നിർമ്മാർജ്ജന ജാഥ 16-ന് പര്യടനം ആരംഭിക്കും. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥ 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്ന് U കലാനാഥൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബിൽ നിയമമാക്കി നടപ്പിലാക്കുക, അന്ധവിശ്വാസ പ്രചാരണം കുറ്റകരമാക്കുക, ഭരണഘടനാ വകുപ്പ് 51A പ്രയോഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള യുക്തിവാദി സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ജാഥ പര്യടനം നടത്തുന്നത്. 16 വൈകുന്നേരം 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇ ചന്ദ്രശേഖരൻ MLA ജാഥ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അഡ്വക്കേറ്റ് KN അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. യു കലാനാഥൻ, ഗംഗൻ അഴീക്കോട്, നാരായണൻ പേരിയ, രാജഗോപാലൻ വാഗത്താനം, ധനുവച്ചപുരം സുകുമാരൻ തുടങ്ങിയവർ സംസാരിക്കും. ദിവ്യാത്ഭുത അനാവരണ പരിപാടികളും കലാപരിപാടികളും പരിപാടിയോടനുബന്ധിച്ച് നടക്കും. സംസ്ഥാനത്തെ 200 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജാഥയ്ക്ക് ശേഷം 31-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടി വരികയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തി ഇത്തരം കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തണം എന്നുള്ള ഒരു ഭീമ ഹർജി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഈ മാസം തന്നെ 31-ാം തീയതി നടക്കുകയാണ്. കേരളത്തിൽ മന്ത്രവാദ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മന്ത്രവാദത്തിനെതിരെയും ആൾദൈവ തട്ടിപ്പുകൾക്കെതിരെയും മഹാരാഷ്ട്ര മോഡൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ഉടൻ തയ്യാറാവണമെന്ന് യു കലാനാഥൻ ആവശ്യപ്പെട്ടു. ഗംഗൻ അഴീക്കോട്, K ഉണ്ണികൃഷ്ണൻ, H കറുവൻ, N മുരളീധരൻ, നാരായണൻ പേരിയ തുടങ്ങിയവർ വാർത്താസമ്മേളനം സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ തീരുമാനം. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഡിസംബർ 7-8 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം തീരുമാനിച്ചു. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് PV രാഘവൻ ബംഗളം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ കാസർഗോഡിന്റെ പേര് പൊതുവെ കാസർഗോഡിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു മതിപ്പില്ലാത്ത രീതിയിലുള്ള പല പ്രസ്താവനകളാണ് വരുന്നതെങ്കിലും KWCയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു സമ്മേളനമാക്കി തീർക്കാൻ നമുക്ക് ഈ കാസർഗോഡ് ജില്ലാ സംസ്ഥാന സമ്മേളനം സാധിക്കാൻ ഇന്നു മുതൽ എല്ലാ മെമ്പർമാരും പൂർണ്ണമായി മെമ്പർമാരെ പരമാവധി സംഘടനയിൽ ഉൾക്കൊള്ളിച്ചും കൊണ്ട് പ്രവർത്തിക്കണം. മെമ്പർമാർ തയ്യാറാവണം. കാഞ്ഞങ്ങാട് AV സുകുമാരൻ നഗറിൽ നടന്ന സമ്മേളനത്തിന് മുന്നോടിയായി യൂണിറ്റ് പ്രസിഡന്റ് പുത്തൂർ കുഞ്ഞാമത് പതാക ഉയർത്തി. ജഗദീശൻ കാഞ്ഞങ്ങാട്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷാജി ജേക്കബ്, ജില്ലാ സെക്രട്ടറി കൃഷ്ണൻ കൊട്ടോടി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ജഗദീശൻ കാഞ്ഞങ്ങാടിനെ പ്രസിഡന്റായും പ്രസന്നൻ കൊളവയലിനെ സെക്രട്ടറിയായും ബാബു ഹോസറുഗിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹയർ സെക്കൻഡറി മേഖലയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസം മുന്നിലെത്തിയതായി കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ. ഹൈദരാബാദ് റീജിയൻ തല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. കാർഷിക സർവകലാശാലയിൽ സ്വാശ്രയ ഭാരത് 2014 എക്സിബിഷന് തുടക്കമായി. BSNLന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ജീവനക്കാർ പ്രക്ഷോഭം തുടങ്ങി. മാവുങ്കാൽ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യം. ഹോസ്ദുർഗ് താലൂക്ക് BD ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. പുത്തരി ഉത്സവത്തിന് ഒരുങ്ങി പുല്ലൂർ കണ്ണാങ്കോട്ട് ഭഗവതി ക്ഷേത്രം. JC വാരാഘോഷവും അവാർഡ് സമർപ്പണവും നടന്നു. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പദയാത്രയ്ക്ക് മടിയനിൽ സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.